ഇച്ചിരി വലുതാക്കണോ? ഓക്കെ. അപ്പൊ ഇതാ നമ്മൾ വിളിക്കുന്ന ഗ്രാൻഡ് സ്റ്റാഫ് എന്ന് പറയുന്ന സാധനം. ഗ്രാൻഡ് സ്റ്റാഫ് എന്ന് പറയാൻ കാരണം ഇതിന്റെ മൗസ് കാണാവോ? നമുക്ക് മുകളില് ട്രെബിൾ ക്ലെഫ് ഉണ്ട്, വാട്ടത്തിൽ ഒരു ബേസ് ക്ലെഫ് ഉണ്ട്. വർഗീസിനും നമ്മുടെ ആൽബിനും ഒക്കെ എന്നെക്കാളും വിവരമുണ്ട്. ഞാൻ കേൾക്കുന്നത്. അപ്പം ഇതിന് ഈ സാധനം സത്യം പറഞ്ഞ ഒരു പഴയ ജി ആണ്. അതുകൊണ്ട് ജി ക്ലഫ് എന്ന് പറയുന്നത്. അതിന്റെ കാരണമുണ്ട്, ഈ ലൈനിന്റെ പേര് ജി എന്നാണ്. ജി എന്ന് പറയുന്ന ഒരു നോട്ട് ഉണ്ട്, അതിനാണ് ജി ക്ലഫ്. ഇത് എഫ് ക്ലഫ് ആണ്. ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന നോട്ടാണ്. അപ്പൊ മുകളിലുള്ളതാണ് നിങ്ങൾ സൊപ്രാനോസ് ഓൾട്ടോസും ഈ നമ്മുടെ 4 പാർട്ട് സിംഗിങ്ങില് ഇവിടെ ഉള്ളതാണ് പാടുന്നത്. ബേസും ടെനറും ഇവിടെ പാടുന്നത്. അപ്പൊ നമുക്ക് അറിയാമല്ലോ എന്താ നമ്മുടെ ഒരു ജനറൽ അറേഞ്ച്മെന്റ്. ഏറ്റവും മുകളിലുള്ളത് സൊപ്രാനോ, അതിന്റെ താഴെ ഓൾട്ടോ, ടെനർ, ബേസ്. ഓക്കെ, അത് നമ്മൾ ഒന്നുകൂടെ തിരിച്ചു വരാം. പക്ഷെ അന്ന് കണ്ട വീഡിയോയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലായതായിരിക്കും നോട്ട്സ് അല്ലേ. അപ്പൊ നമ്മള് വെസ്റ്റേൺ മ്യൂസിക്, അതും ചർച്ച് മ്യൂസിക്കിലെല്ലാം വളരെ മോഡലാണ്. അതായത് വളരെ സിമ്പിൾ ഒരു സെറ്റ് ടൈപ്പ് സ്കെയിലാണ് നമ്മൾ എപ്പോഴും പാടുന്നത്. മറ്റ് ലോക സംഗീതങ്ങളിലൊന്നും കോംപ്ലക്സിറ്റി ഉണ്ട്. സാധാരണ പാടുന്ന സ്കെയിലിൽ ഏറ്റവും സിമ്പിളായിട്ട് പിയാനോയിൽ പാടാൻ പറ്റിയ സ്കെയില് നമ്മൾ സിയിൽ തുടങ്ങും എന്ന് പറയും. ഇത് വളരെ സാധാരണമായിട്ടുള്ള, ഞാൻ അതൊന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം. അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യം കുറെ വരികളുണ്ട്. ഇതില് കണ്ടോ 1 2 3 4 5 ലൈൻസ് ഉണ്ട്, ഇടയിൽ 4 സ്പേസസ് ഉണ്ട്. ഇതിന്റെ ഇടയിലുള്ളത് ആക്ച്വലി കണ്ടിന്യൂസ് ആ. ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് സാധനമാണ്. നമ്മളപ്പം ഇതിന് ഇത്രയുള്ള കോൺസെപ്റ്റ്. ഞാൻ ഇവിടെ എവിടെ ഒരു വര വരച്ചാലും അതിനൊരർത്ഥമുണ്ട്. അപ്പം ലെറ്റ്സ് സീ. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള നോട്ട് മിഡിൽ സി എന്ന് പറയും. ഓക്കെ, ഇതല്ല, പക്ഷെ ഞാൻ കാണിക്കാം. ഇതാണ് മിഡിൽ സി എന്ന് പറയുന്നത്. നിങ്ങൾ കയ്യിൽ വേണം, ബുക്കൊക്കെ കയ്യിൽ വെച്ച് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബുക്കിൽ വന്നോട്ടെ. ഇത് വളരെ സംക്ഷിപ്തമായിട്ട് പറയുന്നേ ഉള്ളൂ, അല്ലെ ഷെയർ ചെയ്തോ. ഈ നോട്ട് എന്ന് പറയുന്നത് സി നോട്ടാണ്. ഇതിപ്പം നമ്മൾ തുടങ്ങുന്നത് ഒരുമാതിരി ഓഫ്, നമ്മൾ ലൈൻ എല്ലാം വെച്ചിട്ട് അതിന്റെ താഴെയാണ് തുടങ്ങുന്നത്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. ഓക്കെ, ഇത് സി എന്ന് പറയും. അതിന്റെ പേരൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് ആകെപ്പാടെ മനസ്സിലാക്കേണ്ട കാര്യം മ്യൂസിക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വായിക്കണം. അതൊരു സിമ്പിൾ കാര്യം. മുകളിലോട്ട് പോകണമെങ്കിൽ കിളത്തി പാടണം, താഴോട്ട് പോകുമ്പോൾ താത്തി പാടണം. ഇപ്പം വർഗീസിനൊക്കെ ഫോർ എക്സാമ്പിൾ ഇത് കാണുന്ന തന്നെ പാടാൻ പറ്റും. ഇനി സൈറ്റ് സിംഗ് എന്ന് പറയും. നമ്മൾ ആ ഒരു ലെവലിൽ എത്തുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി മറീസൊക്കെ കണ്ട ഉടനെ പാടും. ആബ്സല്യൂട്ട് പിച്ച് ഉണ്ട്, ഫ്രൈസിംഗ്. നമുക്ക് അതൊന്നും ഒന്നും ആവശ്യമില്ല. നമുക്ക് കാണേണ്ടത് എന്താണ്, മുകളിലോട്ട് പോയാൽ നമ്മൾ മുകളിലോട്ട് പോകണമെന്ന് ഒരു റെയിൽ പാത പോലെ ഒരു ചെറിയൊരു ഗൈഡ് തിരിയായി വേണം. അതേ നമുക്ക് ഉദ്ദേശമുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. നമ്മൾ എന്ത് കണ്ടാലും ഇപ്പൊ നമ്മളിപ്പം പാടുമ്പോൾ നമുക്ക് മനസ്സിൽ ഇതുമായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ പാടുമ്പോൾ ഞാൻ ഇതിന് അയച്ചു തരാം, ആരെങ്കിലുമൊക്കെ അയച്ചു തരും നോട്ട്സ്. നമ്മൾ അത് കേൾക്കണം. കേൾക്കുമ്പോൾ ഈ നോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോ കാണുന്നത്. അതുകൊണ്ടോ അതിൽ കിടിങ് 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 അതിൽ പോകുന്ന കണ്ടോ. അപ്പൊ ഒരു വിരൽ വെക്കുന്ന പോലെ കാണണം. നമ്മൾ അത് കൂടുതൽ കാണും തോറും നമുക്ക് തന്നെ ഒരു കോറിലേഷൻ വരും. മുകളിലോട്ട് പോകുമ്പോൾ മുകളിലോട്ടാണ് താഴ്ത്താണെന്ന് നമുക്കത് കാണാം. അതൊരു വിരൽ വേണം. അതിനു വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ആകെപ്പാടെ പറയാൻ പോകുന്ന ഒന്നിന്റെ കാര്യമുള്ളൂ. പല ടൈപ്പ് നോട്ടുകളുണ്ട്. അതിന്റെ ലെങ്ത് എന്താണെന്ന് അറിയണം. ഇടയ്ക്ക് റെസ്റ്റുകളുണ്ട്. ഇതൊക്കെ റെസ്റ്റ് ആണ്, അതുകൊണ്ട് അത് പറയാം. മുകളിലോട്ട് പോകുമ്പോൾ താഴ്ത്തു പോകുമ്പോൾ എന്താണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് പറയാം. അപ്പൊ നമ്മള് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്ന കീസ് ഞാനൊരു കീബോർഡ് കൂടെ ആഡ് ചെയ്യാം. കീബോർഡ് കൂടെ കാണിയാണ് കീബോർഡ്. ഓക്കെ, അടിയിലൊരു കീബോർഡ് ഉണ്ട്. ഇപ്പൊ ഞാൻ തൊട്ടേക്കുന്ന നോട്ട് കണ്ടോ. ഈ പിയാനോ നിങ്ങൾക്ക് ഇത് ഇച്ചിരി ഇതെല്ലാം ഉണ്ട്, അതെല്ലാം അറിഞ്ഞിരിക്കാൻ പറ്റില്ല. അത് കണ്ടോ, സെറ്റ്സ് ഓഫ് 2 and sets of 3 ബ്ലാക്ക് കീസ് ഉള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലെഫ്റ്റ് ഓഫ് 2 ബ്ലാക്ക് കീസ് ഉള്ള വൈറ്റ് കീ ആണ് ഈ മിഡിൽ സി എന്ന് പറയുന്നത്. കീബോർഡിന്റെ ഏറ്റവും മധ്യത്തിലുള്ള ഒരു കീ ആണ് ഈ സി. അതുകൊണ്ടാണ് ഞാൻ ഇത് യാദൃശ്ചികമായിട്ടല്ല ഇത് കാണിച്ചേക്കുന്നത്. സി നമ്മള് ഒന്നും അറിയാത്ത തുടങ്ങുമ്പോൾ ഈ ഓൾ വൈറ്റ് കീസ് ഇതിലാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ള സ്കെയിൽ ഒന്നെന്ന് ഇതിൽ ടൈപ്പ് ചെയ്ത് കാണിക്കാൻ പോവാണ്. ഇത് പാടുന്നത് നമുക്ക് കേൾക്കാം. ഞാൻ സി എന്ന് ഞെക്കി ഇങ്ങോട്ട് വന്നിട്ട് ഡി ഞെക്കാൻ പോവാം. കേട്ടിട്ടുള്ളല്ലോ. ഇതാണ് നമ്മുടെ പ്രൈമറി. ഇപ്പൊ നമ്മളിപ്പം
ഇവിടെ അവിടെ ഇവിടെ ഒത്തിരി കുരുകര ഷാർപ്പും ഫ്ലാറ്റും ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നും നമ്മളൊരു കൊയറെന്ന നിലയിൽ അതിനെപ്പറ്റി ഒന്നും സത്യം പറഞ്ഞാൽ ബോധേഡ് ആയില്ല. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പാറ്റേൺ ആണ് എപ്പോഴും നമ്മൾ പാടുന്നത്. ഇതാണ് മേജർ സ്കെയിലില് കേൾത്തിയാലും ഇല്ലെങ്കിൽ ഈ ഒരു ട്യൂണാ. ഇതൊന്നും അത് കേട്ടല്ലോ. അപ്പം ഇതിന്റെ എല്ലാം ലെങ്ത് എന്ന് പറഞ്ഞാല് 1 ബീറ്റ് ആണ്. ഞാനൊരു മെട്രോണോം എന്ന് പറയുന്ന സാധനം കൂടെ ഇടാൻ പോവാണ്. ഈ സെയിം തിങ് ഞാനൊരു മെട്രോണോം വെച്ചിട്ട് പ്ലേ ചെയ്യാൻ പോവാം. അന്നേരം നിങ്ങൾ അത് ശ്രദ്ധിച്ചോ. ടക്ക് കേട്ടല്ലോ, അതായി മെട്രോണോം. ഈ പിയാനോ പഠിക്കുന്നവർ അതാ ചെയ്യുന്നത്. ഇത് വേറൊരു രീതിയില് പല ടൈപ്പ് നോട്ടുകൾ ഉണ്ടല്ലോ. ഞാൻ അത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇവിടെ മുകളിൽ ഈ സിമ്പിൾസ് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇതെന്തുവാന്നാ? ഇതാണ് ഫുൾ നോട്ട് എന്ന് പറയുന്നത്. വെറും ഉണ്ടയാണ്, അതിന് വരയൊന്നുമില്ല. വെറും ഉണ്ടായിട്ടുള്ളതിന് 4 ബീറ്റ്സ് ഉണ്ട്. അതാണ് ഹോൾ നോട്ട് എന്ന് പറയുന്നത്. ഈ ബ്രിട്ടീഷുകാർക്ക് വേറെ പേരൊക്കെ ഉണ്ട്, നമ്മളിപ്പോ ഹോൾ നോട്ട് എന്നേ വിളിക്കുന്നുള്ളൂ. അതെല്ലാം ഉണ്ട്, അത് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇതാണ് 4 ബീറ്റ് ഉണ്ട്, കണ്ടോ? പിന്നെ ഇനി ഞാൻ ഇതൊരു പറയാത്തൊരു കാര്യം, ഇവിടെ 4x4 എന്ന് എഴുതിയേക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാല് ഇത് 1 ബീറ്റ് ആണ്, ഇത് 4 ബീറ്റ് ആണ്. അപ്പൊ കണ്ടോ, ഇത് 4 എണ്ണം നിറഞ്ഞു നിൽക്കുമ്പം 4 ബീറ്റ് എന്നുള്ളത് ഈ ബാർ നിറഞ്ഞു. അതുകൊണ്ട് ഇത് 4x4 എന്ന് പറയുന്നത്. അടിയിലത്തെ 4ന് അർത്ഥമുണ്ട്. ബേസിക്കലി 1 2 3 4 4 ബീറ്റ് കാണും ഒരു ബാറിൽ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. വേറെ ടൈപ്പും പറ്റും, നമുക്കത് മാറ്റാം. ഇത് 3x4 ആകുവാണെങ്കിൽ ഇതിൽ 3 തന്നെ പറ്റത്തുള്ളൂ. 3 1 ബീറ്റ് ഉള്ളതാകുമ്പോഴത്തേക്കും നിറയും. ഇത് വെറും സിമ്പിൾ എഡിഷൻ ഉള്ളതേ ഉള്ളൂ. 3 ബീറ്റ്സ് ആകാം. ഇതിപ്പോ ഏറ്റവും കോമൺ ആയിട്ടുള്ളതിന് സി എന്നും പലപ്പോഴും എഴുതും. കോമൺ ടൈം എന്നുള്ളതിന് സി എഴുതും 4x4. ഇപ്പം 4 ബീറ്റ് ഉള്ള ഒരു സാധനം ഒരു നോട്ട് ഇട്ടാല് അത് മാത്രമേ സ്ഥലമേ ഉള്ളൂ. കണ്ടോ, ഇനി വേറെ ഒരു ടൈപ്പ് ചെയ്യാൻ സ്ഥലമില്ല, 4 എണ്ണം ഉള്ള. അപ്പം ഇതെന്തോന്ന് ഓർമ്മയുണ്ടോ ഈ സാധനം? ഹോളിന്റെ പകുതി. ഇത് അകത്ത് 0 is not filled അല്ലേ? ഓക്കെ, ഇവിടെ ഒരു വെട്ട് വന്നു, അത് ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് കൺഫ്യൂസ് ചെയ്യാനുള്ളതല്ല. പക്ഷെ അതിന് ഒരു വര വന്നാല് അത് 2 ബീറ്റ്സേ ഉള്ളൂ. ഇതിന്റെ പകുതി വിലയാ. അന്നേരം ഞാൻ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? ഡി ഇ. ഓക്കെ, അത് എഴുതി. ഇതെന്തോന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മളിതുവരെ കണ്ടത് ഇത് ക്വാർട്ടർ അല്ലെങ്കിൽ 1 ബീറ്റ് എന്ന് ഓർത്താ മതി. ഞാൻ പലരും പല രീതിയിലൊക്കെ ആലോചിക്കുന്നത്. സി ഡി ഇ എഫ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേ നോട്ട് തന്നെയാ. ഫോർ എക്സാമ്പിൾ ഇതേ നോട്ട് കാണാവോ? ചൂട് വലുതാക്കണോ? ആയിക്കോട്ടെ, എടുത്തോണ്ടോ? അപ്പം ഇതാണ് 1 നോട്ട് അല്ലേ? ഇതിന്റെ പുറത്തൊരു ഫ്ലാഗ് കൊടുത്താൽ ഈ സാധനം ഓർമ്മയുണ്ട് എന്തോന്നാ? കറക്റ്റ്. 1/8 എന്ന് പറയുമ്പോ ഇതിന്. അപ്പം ഇത് കണ്ടോ, ഈ സിമ്പിൾ ഞാൻ ഇതേ ഞെക്കിയപ്പോ ഈ ഒരു സിമ്പിൾ കണ്ടത് കണ്ടോ? അപ്പം ഓരോ നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്റ്റിനും ഒരു സിമ്പിൾ ഉണ്ട്. അതാ ഈ സിമ്പിൾ. അത് നിങ്ങൾ ഓർക്കണമെന്നില്ല, നമ്മൾ പാടി വരുമ്പോൾ കാണും. ഇതെന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാല് 2 ബീറ്റ് റെസ്റ്റിന്റെ സിമ്പിൾ ആണ്. അതൊക്കെ ഇച്ചിരി ഇൻവോൾവ് ആയി. ഇതിന്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ സാധനം എന്ന് പറഞ്ഞാൽ 4 ബീറ്റ് റെസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സാധനം കൊടുത്താല് ഇത് കണ്ടോ, 2 ഇടിവെട്ട് പോലൊരു സാധനം വന്നു കണ്ടോ? ഇത് 1 ബീറ്റ് റെസ്റ്റ് എന്ന അർത്ഥം. നിങ്ങൾക്ക് ഇത് എപ്പോഴും കാണുന്നതാണ്, നല്ല അർത്ഥമുണ്ട് അല്ലേ? 1 ബീറ്റ് റെസ്റ്റ്. ഇതിപ്പോ ഞാൻ അതിനെ 2 ആക്കുവാണെങ്കിൽ ഒരു വരയായിട്ട് മാറും. അതുകൊണ്ട് 2 ബാർ റെസ്റ്റ്, 2 ബീറ്റ് റെസ്റ്റ്, 2 ബീറ്റ് റെസ്റ്റ് എന്നുള്ളതിന്റെ അർത്ഥമാണ് ഇവിടെ 2 വന്നത്. അതൊക്കെ ഡിസ്ട്രാക്ഷൻ എന്തെങ്കിലും ആട്ടെ. പറയാൻ വന്നത് ഇത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഒരു അടുത്ത നോട്ട്, അതായത് ജി ഇടുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതിനെ നമുക്ക് 2ആയിട്ട് പിളർക്കാൻ പറ്റും. ഒരു കൊടിയും കൂടെ കൊടുത്താൽ ഇതിനെ പിന്നെ 2ആയിട്ട് പിളർത്താം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്റ്റ് സിഗ്നലിനും ഇങ്ങനെ ഒരു സാധനമുണ്ട്. നമ്മളതൊന്നും അധികം കാണാറില്ലാത്ത. അടുത്ത നോട്ട് ഞാൻ ഇതിലും പകുതി വിലയുള്ള ഒരു സാധനമായിട്ട് ഇടുന്നു. അങ്ങനെയുള്ളപ്പോഴാ ഇതിനുണ്ടോ ഈ ഫ്ലാഗിന് 2 എണ്ണം ഉണ്ട്. ഇതിങ്ങനെ ജോയിൻ ചെയ്യുമ്പം കണ്ടോ, ഈ
ഈ സാധനത്തിന്റെ ഫ്ലാഗിനെ പലപ്പോഴും നോട്ട്സ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ജോയിന്റ് ആവും, അതുകൊണ്ട് അതിന്റെ ഷേപ്പ് ഒക്കെ മാറുന്നത്. ഞാൻ ഇങ്ങനെയാന്ന് പറഞ്ഞ് ട്യൂട്ടോറിയൽ അയച്ചാലും നമ്മൾ ഇൻ പ്രാക്ടീസ് കാണുന്നത് പലതും ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇങ്ങനെ ഒരു ജോയിൻ നിങ്ങൾ പലപ്പോഴും കാണാറില്ല. നമ്മൾ ഇങ്ങനത്തെ നോട്ട്സ് ഒന്നും അധികം പാടാറില്ല. എന്നിരുന്നാൽ തന്നെയും പിന്നെയും തിരിച്ചിങ്ങനെ വരാം. അപ്പൊ കുറെ ഷേപ്സ് ആൻഡ് സിഗ്നൽസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ട് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പോകാം. എന്നിട്ട് ഞാൻ പറയാൻ വന്നത് കാര്യം ആദ്യം തൊട്ട് കാണിക്കാം. പല ടൈപ്പ് ഡ്യൂറേഷൻ ഉണ്ട്. ആൻഡ് വി റീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ. നമ്മള് ഇത് നിങ്ങൾ കേട്ടു. അതിനുശേഷം ഇതേ സാധനം ഐ ആം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഇൻ ഏറ്റവും സ്ലോ ആയിട്ടുള്ള, ഞാൻ ഫുൾ എഴുതുന്നില്ല, ഞാൻ സി ഡി ഇപ്പം പാടിയത് തന്നെ ഒന്നുകൂടെ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷേ വിത്ത് ലോങ്ങർ നോട്ട്സ്. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ അതിന് വ്യത്യാസം മനസ്സിലാവും. സി ഡി ഇ എഫ് ജി എ ബി സി സി ഡി എ ജി എഫ് ഇ ഡി സി. ഓക്കെ, നമ്മള് ഇപ്പം പാടിയത് ഇച്ചിരി ഒന്ന് കേട്ടോ. സ്പീഡിലാണ് പോകുന്നത്. ആ ടക്ക് ടക്കുമായിട്ട് സെയിം ആയിട്ടാണ് പോകുന്നത്. ഇനി ഇത് ശ്രദ്ധിച്ചാണ് വ്യത്യാസം വരുമ്പോൾ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 കേട്ടോ. ഇതിന് 4 ഇരട്ടി സമയം എടുക്കുന്നുണ്ട്. ഇതേ സാധനം നമ്മള് ഇത്ര ഇല്ലേലും ഇതിൽ വെക്കുവാണെങ്കിൽ ഇതുണ്ട് സി. ഓക്കെ, ഇതിന് കണ്ടോ സെയിം തിങ്. ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. പക്ഷെ ഇതിനിപ്പോ ഒരു വരയും കൂടെ ഉണ്ട്. D E F G A B C C D A G F E D C. ഓക്കെ, നമ്മളിപ്പോ അതിന് വ്യത്യാസം കേട്ടോ. നിങ്ങൾക്കിപ്പോ അറിയാം. പക്ഷെ ഞാൻ ജസ്റ്റ് ഇതിലെ മെയിൻ ഐഡിയ ഇതിപ്പോ ഇവിടെ എല്ലാം പഠിക്കണം എന്നുള്ളതല്ല. നമ്മള് ഏത് വരാ ഏത് വരാ ഈ വരയാ ഈ വട്ടത്തെ ഒരു വരയാണ്. അത് ഞാൻ പറഞ്ഞില്ല, പറയാം. ഇത് കണ്ടോ. ഇപ്പൊ നമ്മള് ഇത് ഔട്ട് ഓഫ് സിലബസ് പോലെ ആലോചിച്ചാണ്. അതായത് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ 5 വരെയും 4 സ്പേസ് എന്നുള്ളതാണ്. അത് പറഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ അതിന്റെ താഴോട്ടോ അപ്പം നമ്മൾ ആലോചിക്കാം. ഓക്കെ, ഞാനത് ആക്ച്വലി ഷുഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയായിരുന്നു. ഒരു ലൈനിൽ ഒരു നോട്ട് ഉണ്ടെന്ന് വെച്ചോ. ഈ നോട്ട് ഇ എന്ന് പറയുന്ന നോട്ടാണ് ഇതിന്റെ പേര്. ലൈനിൽ നിന്നും അടുത്ത സ്പേസിലേക്ക് പോകുമ്പോഴാണ് ഒരു നോട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. റൈറ്റ്, ഇത് ഇ ആണെങ്കിൽ ഇത് എഫ് ആയിരിക്കും. അപ്പം മ്യൂസീഷ്യൻസിന് ഇമ്മീഡിയറ്റ്ലി പ്രോബ്ലം ഉണ്ടായി. അതിന്റെ താഴെയുള്ള നോട്ടിനെ എന്ത് വിളിക്കും? അന്നേരം നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. പക്ഷെ ഇവിടെ ലൈൻ ഇല്ല. നമ്മൾ വെറുതെ ഇവിടോട്ട് പിന്നെ താത്തി ഇച്ചിരി ഒരു ഊഹത്തിന് വരച്ചാൽ നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ അതൊരു ലൈനേലാന്ന്. ഇതിപ്പോ നമ്മൾ ഇതിന് ലെഡ്ജർ ലൈൻ എന്ന് പറയും. നമ്മളൊരു വെർച്വൽ ലൈൻ അവിടെ ഉണ്ടെന്ന് ആലോചിക്കാം. പക്ഷെ ആ സ്ഥലത്ത് മാത്രം ചെറിയൊരു ലൈൻ വരയ്ക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. So that's why it's a C. ഇത് സത്യം പറഞ്ഞ ഒരു ലൈൻ ആണ്. ലൈൻ സ്പേസ് ലൈൻ സ്പേസ് ലൈൻ സ്പേസ് ലൈൻ സ്പേസ് എന്നാ പോകുന്നത്. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാൻ പറയേണ്ടതായിരുന്നു, ഞാൻ ഓർത്തില്ല. ഇതൊരു വെർച്വൽ ലൈൻ ആണ്. വളരെ ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിന് താഴെയുള്ള നോട്ട് അപ്പൊ എന്തായിരിക്കും? താഴെ വേറൊരു സ്പേസ് അല്ലേ വരണ്ടിയ? അന്നേരം ഞാൻ ഇനി താഴോട്ട് താക്കാൻ പോവാം. അന്നേരം എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കണ്ടോ, ഇങ്ങനെ ആയിരിക്കുന്നത്. That's called a V. അപ്പം ട്രിപ്പിൾ ക്ലഫിലെ V ഇങ്ങനെ ആയിരിക്കുന്നത്. തിരിച്ച് സിയിലേക്ക് പോവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇതും ഞാൻ പറഞ്ഞ കാര്യം. വരയ്ക്കാം, ഞാൻ വരയ്ക്കാം. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളൂ. ബിയുടെ താഴോട്ട് എന്തായിരിക്കും? ബിയുടെ താഴോട്ടുള്ളത് എ. എങ്ങനെ ആയിരിക്കും അപ്പൊ ഇരിക്കുന്നത്? സോറി, ഇങ്ങനെ കണ്ടോ, 2 വരാം. എനിക്ക് ഡു ദിസ് ഇൻഫൈനൈറ്റ്ലി. പക്ഷെ അറ്റ് സം പോയിന്റ് നമ്മൾ പലപ്പോഴും മ്യൂസിക്കിൽ പഠിക്കുന്നവരെ പോലും നമ്മൾ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും പിയാനോ പഠിക്കുന്നവരൊക്കെ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം കണക്റ്റഡ് ആ. ഈ എ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ദ സെയിം ആസ് ദ ടോപ്പ് ഓഫ് ദിസ് ലൈൻ. അത് ക്ലിയർ ആണെന്ന് അർത്ഥമില്ല. ഞാൻ ഒരു കാര്യം കാണിക്കാം. ഇവിടെ ഞാൻ എ ഇടുവാണെങ്കിൽ സത്യം പറഞ്ഞാല് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒന്നല്ല കേട്ടോ. അതായത് ഇത് മധ്യത്തിലുള്ള ഇത് സി ആണ്. ഞാൻ എങ്ങനെ ഒന്ന് വരച്ച് കാണിക്കാം. ഇവിടെ ഒരു ബി ഇട്ടാല് ഇവിടെ ഒരു സി ആണ്. ഞാൻ കാര്യം പറയട്ടെ. അതായത് ഈ സി ഇതിനെ സി എന്നാണ് വിളിക്കുന്നത്. ഇത് കണ്ടോ, ഈ ബേസ് ക്ലാഫിന്റെ മുകളിലുള്ള ഒരു വെർച്വൽ ലൈൻ ഞാൻ വരച്ചു. അവിടെ ഒരു നോട്ട് വരയ്ക്കുന്നത് സി ആണ്. ആ സിയും ഈ സിയും ആക്ച്വലി ഒരേ സി ആ. ഇത് സി അല്ലേ? ഇത് സി ആണെന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇവിടെ ഒരു വെർച്വൽ ലൈൻ വരച്ചാല് ദിസ് വെർച്വൽ ലൈൻ ഇസ് ആക്ച്വലി ദ സെയിം ആസ് ദിസ് ലൈൻ.
ഈ ഗ്രാൻഡ് സ്റ്റാഫിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത് ഒട്ടും ഓബ്വിയസ് അല്ല, ബട്ട് ഇറ്റ്സ് ആക്ച്വലി ദ സെയിം ലൈൻ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇറ്റ്സ് ആക്ച്വലി ദ സെയിം വൺ ആൻഡ് സെയിം ഐഡന്റിക്കൽ ലൈൻ. ഇതിന് 1 syllabus മുകളിൽ, ഇതിന് 1 syllabus താഴെ എന്നുള്ള ലൈൻ ആക്ച്വലി സെയിം നോട്ടാണ്. അപ്പം സത്യം പറഞ്ഞാല് ഇവിടുന്ന് പിന്നെ ഒരു വെർച്വൽ ലൈൻ വരയ്ക്കുമ്പോൾ ആക്ച്വലി ഇതിലേക്ക് കട്ട് ചെയ്യുവാണ്. ഈ വരയാണ് ഈ വര കാണിക്കുന്നത്. പക്ഷെ മ്യൂസിക്കലി അതിന് ആവശ്യമുണ്ട്, ഇങ്ങനെ ലൈൻ കാണിച്ച് നമുക്ക് കാണിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ഒത്തിരി ആലോചിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഗ്രാൻഡ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം യൂണിഫൈഡ് സിസ്റ്റമാണ്. അത് ആക്ച്വലി വരെ കാണിക്കാൻ പറ്റും. അത് പിന്നെ വരാം. നമുക്ക് എത്ര എന്ന് കണ്ട ഇതെല്ലാം പറയണ്ട, ഒത്തിരി പറയാനുണ്ടല്ലോ നമുക്ക്. അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് ദാറ്റ്. അത് അപ്പം ഈ ടൈമിംഗ് വരുമ്പം ഇത് 2 beat എന്ന് പറഞ്ഞു പോകും, അത് വയ്ക്കുള്ളൂ. ഓക്കെ, അപ്പം പിന്നെ സെയിം തിങ് ഞാനിപ്പോ ഒരു എക്സാമ്പിളിലൂടെ കാണിക്കാം. നമ്മൾ 1ന്റെ ഓൾറെഡി കണ്ടു, 4 beatന്റെ കണ്ടു, ഇപ്പൊ 2 beatന്റെയും കേട്ടു. അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ, കേട്ടായിരുന്നു നമ്മളാ. അപ്പം ഇവിടെ തൊട്ട് കേൾക്കാം 4 beat. ഇത് അപസ്തുതി കൊണ്ടിരിക്കാം കേട്ടോ, രണ്ടും കൂടെ ഒരുമിച്ച് കേൾക്കുന്നത്. അപസ്തുതി 1 2 1 2 1 2 1 2 1. ടിക്ടോക്ക് കേൾക്കാം 1 2 വെച്ച് പോകുന്നത്. അങ്ങനെ അപ്പൊ അതേപോലെ നമ്മൾ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണെങ്കിൽ സെയിം തിങ് but will go a lot faster, right? Same thing, right? But it will go a lot faster now. അത് കേട്ടോ, ഒരു ബീറ്റില് 2 വട്ടം അടിക്കുന്നുണ്ടോ? That's an extreme version of this, right? ഇവിടെ നിന്ന് ഇവിടെ വരെ പോയപ്പോഴത്തേക്ക് ആ മെട്രോണോമിന്റെ ഒരു ബീറ്റ് വന്നപ്പോഴത്തേക്ക് 2 എണ്ണം പോയി കഴിഞ്ഞു. And you can do a lot faster there, right? Like നമ്മൾ choir music അത്രയ്ക്കൊന്നും ഇല്ല, ഇടയ്ക്കൊക്കെ വരും. എന്നാലും ഉൾക്കൊണ്ട്. പക്ഷെ അതിന്റെ സത്യം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതെല്ലാം ഇതുവരെ നമ്മൾ ഒത്തിരി ബാർ എടുത്തുകൊണ്ടിരുന്ന we could squeeze everything into 1 bar because it's such a short note, right? ഇതെങ്ങനെ ഷോർട്ട് ആണെന്ന് മനസ്സിലായിരുന്നു. മോളിൽ 2 ലൈൻ ഉണ്ട്. ഇങ്ങനത്തെ 2 ലൈനെ അവര് കണക്ട് ചെയ്യും മോളിൽ. അതിനെന്തെങ്കിലും പേരാണ് വർഗീസ്, എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു. ഒരുമിച്ച് വരുമ്പം ഈ അല്ലെ പിന്നെ ഓരോ 2 കോടി ഇങ്ങനെ ചെയ്യുന്നതിന് പകരം മ്യൂസിക് ആർട്ട് അങ്ങനെ കണക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ ഇത് കേട്ടോ, അപ്പം ഇത് കേട്ടോ, ഇത് ഇവിടെ തുടങ്ങാം. അന്നേരം നമുക്ക് വ്യത്യാസം കേൾക്കാമല്ലോ. ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇറ്റ്സ് ടു ഹാർഡ് ടു ഫോളോ ഐ തിങ്ക്. പക്ഷെ ആ മെട്രോണോമിന്റെ 2 ബീറ്റ് വരുമ്പോഴത്തേക്ക് ഇത് 2 എണ്ണം പോകും. ഇതെന്ന് പറഞ്ഞാല് അതിന്റെ ഇരട്ടി സ്പീഡിൽ പോകും കേട്ടോ. മനസ്സിലായോ? And you can add as many lines as you want. ഇത് കണ്ടോ, ഇങ്ങനെ ഫൈൻ ആയിട്ട് പോകും. അത്രയൊന്നും നമ്മൾ വരത്തില്ല, ബട്ട് ഇത് അറിഞ്ഞിരുന്നു. പാടി ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റൈറ്റ്, ഞാൻ ഈ ഒരു നോട്ട് സ്കിപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്തു. അത് കണ്ടോ, മ്യൂസിക് നൊട്ടേഷൻ ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് എ റെസ്റ്റ് ദേർ ഫോർ മീ. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു പാറ്റേൺ കണ്ടേ, ഇത് നമ്മൾ ഒരിക്കലും കാണാറില്ലാത്ത. Maybe it's better to show you this example. ഇത് കണ്ടോ, ഈ ഒരു സിഗ്നൽ പലപ്പോഴും കാണാറുള്ളതാണ്. അത് റെസ്റ്റാ. Let's say I want to skip every other note, right? Notationally ഇങ്ങനെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്കിപ്പിംഗ് ഇത് സ്കിപ്പ് ചെയ്യണ്ടെന്ന് വെച്ചു. ഓക്കെ, കേട്ടോ, ഇതെങ്ങനെയായിരിക്കും നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിക്കുക. എന്തോ ആയിരിക്കും what am I going to hear? It's like so do re mi so എന്ന് പറഞ്ഞാൽ do mi ആയിരിക്കും കേൾക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടോ? അതിനുള്ള റെസ്റ്റിന് പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യണം. റെസ്റ്റ് നമ്മൾ ഉഴപ്പാൻ പറ്റത്തില്ല. ബിക്കോസ് എവറിത്തിങ് ഹാസ് ടു ആഡ് ടു 4 beats അല്ലേ. ഇത് 4/4 നമ്മൾ ആദ്യം കമ്മിറ്റ് ചെയ്തോണ്ട് ഇതൊരു പ്രോഗ്രാമിംഗ് പോലെ. നിങ്ങൾ അവിടെ ഒരു ഇല്ലായ്മ വരാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ റെസ്റ്റ്. ഒരു കുഴപ്പമില്ല. അത് നമ്മൾ സെയിം തിങ്. പക്ഷെ അതിന് 4 parts സിംഗിൽ അർത്ഥമുണ്ട് യൂഷ്വലി. അതായത് നമ്മള് അതും നല്ല ക്വസ്റ്റ്യനാ, ഞാൻ പറയാം. അതായത് അത് കാണിക്കുന്നതല്ല, വേറൊരു പരിപാടിയാണ്.
സെക്കൻഡ് പാർട്ട് എഴുതിയതല്ല. ലെറ്റ്സ് സേ ഇപ്പൊ ഇങ്ങനെയൊക്കെ വരാം. അതായത് രണ്ടെണ്ണതുണ്ട് വേർട്ടിക്കലി നമ്മൾ ഒരേ സമയത്ത് വരുന്നത്, അന്നേരം ഇറ്റ് സിഗ്നിഫൈസ് ഡിഫറെന്റ് പാർട്സ് അല്ലെ. ചിലപ്പോ ഇങ്ങനെയൊക്കെ വരും. അപ്പം സൊപ്രാനോ മുകളില് ഇ എന്ന് പറയുന്ന നോട്ട് പാടുമ്പം ഓൾട്ടോ താഴെ സി ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മുകളിലോട്ട് ഫ്ലാഗും താഴെ. നമുക്ക് മ്യൂസിക്കലി അതിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ഇറ്റ്സ് ക്ലിയർ ടു ദി ഐ. അതിന് SATB പാടുമ്പോൾ അതിന് ചില അർത്ഥങ്ങളൊക്കെ വരാം. പലപ്പോഴും എനിക്ക് തോന്നുന്നത് tenor will point up, bass will point down, soprano will point up, alto down എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കറക്റ്റ് ആണ്. പക്ഷെ അതിന് മ്യൂസിക്കലി അർത്ഥമൊന്നുമില്ല. നമ്മള് സൂസൻ ചോദിച്ചത് നല്ല ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് ഒരു അതിനെ വെച്ച് let's segue into the next point അല്ലേ. അപ്പം ഓക്കെ, അപ്പൊ നമ്മള് ലെഫ്റ്റ് റൈറ്റ് ആ പോകുന്നതെന്ന് മനസ്സിലാക്കി. പക്ഷെ നമ്മൾ 4 പാർട്സ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ലെറ്റ്സ് ഞാൻ ഓൾട്ടോയുടെ ആദ്യം എഴുതുന്നതെന്ന് വെച്ചോ. ഓ ബൈ ദ വേ, ഞാൻ സി ഞെക്കിയപ്പോ എപ്പോഴും ഇങ്ങോട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഒരു ഒക്ടേവ് ഓട്ടോമാറ്റിക്കലി അപ്പ് ഓർ ഡൗൺ പോവാം. ഇത് സെയിം നോട്ടാ, എക്സെപ്റ്റ് ഇറ്റ്സ് ഹയർ സി. നമുക്ക് എല്ലാം ഒരു റെപ്പറ്റേറ്റീവ് അല്ലേ? ABCDEFG ABCDEFG. എല്ലാം ഒരു പാറ്റേൺ ഓഫ് 8ലാ പോകുന്നത്. അതായത് ഇതാ മിഡിൽ സി. പക്ഷെ എന്റെ ഹയർ സി വേണമെങ്കിൽ ദിസ് ഇസ് ദ ഹയർ സി. കേട്ടോ, അതുമായിട്ട് നിങ്ങൾ കേട്ടോന്ന് ഓർമ്മയുണ്ടോ? അതാണ് ഒരു ഒക്ടേവ് എന്ന് പറയുന്നത്. അപ്പൊ ലെറ്റ്സ് സേ ഓൾട്ടോയ്ക്ക് ഞാൻ ഇത് അസൈൻ ചെയ്തെന്ന് വെച്ചോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഹാർമണി എന്ന് പറയുന്നത് പലപ്പോഴും ഇതിപ്പോ ക്ലാഷ് വരാൻ പോവാ. കേട്ടോ, നിങ്ങൾക്ക് അതിനൊരു വിഷമം തോന്നിയോ? കേട്ടപ്പോൾ തോന്നിയോ? സിയും ഡിയും തമ്മില് അത് അതിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 2 സെക്കൻഡ് എന്ന് പറയും. തേർഡ് എന്ന് പറയുന്നത് ഇച്ചിരി ഹാർമണി ഉണ്ട്. കേട്ടിട്ട് ഭംഗിയല്ലേ? വളരെ കോമൺ ആയിട്ട് നമ്മൾ പാടാൻ പോകുന്നത് ഇപ്പം ഓൾട്ടോയുടെ ഈ നോട്ട് ആണെങ്കിൽ ഒരിക്കലും നിങ്ങള് ഷിഫ്റ്റ് ഡി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഡി ഒരുമിച്ച് വരുന്നത്. അത് ഭയങ്കര ക്ലാഷുള്ള നോട്ട്. അതൊരിക്കലും ചർച്ച് മ്യൂസിക്കിൽ ഒരിക്കലും വരാറില്ല. വരും, പക്ഷെ അത് വേറെ രീതിയിലാണ്. നമുക്ക് വരാൻ പോകുന്നത് തന്നെ ഇങ്ങനെ ആയിരിക്കും. ഇത് വളരെ സാധാരണയായിട്ട് കാണുന്ന ഇത് കണ്ടോ, വർഗീസ് പ്ലേ ആകട്ടെ സിയും ഇയും അല്ലെ. ഇത് സി, ഇത് ഇ. അതേസമയം ലെറ്റ്സ് സേ ഇവിടെയും അത് തന്നെയാണെന്ന് വെച്ചോ. നമുക്ക് ഹാർമണി ഒന്നും വലുതായിട്ട് എഴുതാനില്ല. അതുകൊണ്ട് ഇവിടെയും ഇതൊരു സി ആണ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ ആയിരിക്കും അല്ലേ? വേർട്ടിക്കലി 4 എണ്ണം എപ്പോഴും നോക്കിയാലും കാണും. സൊപ്രാനോ എന്ന നിലയിൽ നിങ്ങളുടെ റോൾ എന്താണ്? നിങ്ങള് ജി ക്ലെഫിലെ ഹയസ്റ്റ് നോട്ടിൽ മാത്രം കണ്ണ് പതിപ്പിക്കുക. അത് മാത്രം നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് അയച്ചു തന്നായിരുന്നോ നിങ്ങൾക്ക് ഓർമ്മയില്ല? ദൈവമേ നിന്നെ അറിവാലേ, റൈറ്റ്? അപ്പം ഇതൊരു റിയലിസ്റ്റിക് ഇതാണ്. ഞാനിപ്പോ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പലപ്പോഴും നിങ്ങൾ കാണുന്നത് ഇത് കണ്ടോ, ഇവിടെ ഒരു നോട്ട് ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് നോട്ട് നിങ്ങൾ ഇ ആണ്. ഓൾട്ടോ പാടുന്നത് ഇൻ ദിസ് കേസ് ഹാപ്പൻസ് ടു ബി ഇ. ടെനർ ഇവിടെ ഒരു സി പാടുന്നു, വിച്ച് ഹാപ്പൻസ് ടു ബി ദ സെയിം ആസ് ദി അതർ സി ഐ ആം ടോക്കിംഗ് അബൌട്ട്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇത് ബേസിന്റെ നോട്ടാ. അപ്പം ഇത് പാടുമ്പോ ഒന്ന് കേട്ടോ. അപ്പം കേട്ടോ, അപ്പൊ നിങ്ങൾ അതില് 4ആയിട്ട് പിളർത്താം. നിങ്ങൾക്ക് സൊപ്രാനോ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്നുണ്ടല്ല, അതിന്റെ സൊപ്രാനോ മാത്രമാണ്. എന്നാലും ഓൾട്ടോ പോകണ്ടെങ്കിൽ അതുപോലെ ഇരിക്കും. എന്നാ വ്യത്യാസമായിരിക്കും. 4 കൂടി വരുമ്പം ഇത് വെറുതെ കറക്കി കുത്തി എഴുതുന്നതല്ല. അതിന് ചില റൂൾസ് ഉണ്ട്. സംതിങ് സൗണ്ട് ബെറ്റർ അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്തുവെല്ലാം തെറ്റിച്ചാലും ഉടനെ നമ്മൾ കേൾക്കും. അത് മ്യൂസിക് അറിയണമെന്നില്ല, നമ്മള് ക്ലാഷ് വരുന്നുണ്ടെങ്കിൽ കേൾക്കും. ഇതെല്ലാം നമ്മൾ പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് പലപ്പോഴും എസ്പെഷ്യലി വെസ്റ്റേൺ സോങ്സിൽ നമ്മൾ പണ്ട് പഠിച്ചതും ചിലപ്പോൾ അറിയാതെ തെറ്റ് പറ്റിയതുമായിട്ട് നമ്മുടെ മനസ്സിൽ ഒത്തിരി നാളായിട്ട് പതിഞ്ഞ് ഒത്തിരി ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളിത് കാണുന്നുണ്ട്. ഇപ്പൊ വർഗീസ് ഇപ്പൊ വെറുതെ കാണിച്ചാലും ബ്ലൈൻഡ് പാടും എന്ന് പറഞ്ഞ പോലെ ചെയ്യാന്നുള്ളതല്ല. നമ്മൾ എപ്പം പാടിയാലും ഒരു കണ്ണ് വേണം. ഞാൻ പാടിയത് പൊങ്ങിയിട്ടാണ്, പക്ഷെ ഇവിടെ പൊങ്ങിയതായിട്ട് കാണുന്നില്ലല്ലോ എന്ന് മനസ്സിൽ എപ്പോഴും ഒരു ബോധം വരണം. അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഗൈഡ് ടു ദി ഐ എന്നുള്ളത്. അതുകൊണ്ട്
നമ്മൾ ഈ വീഡിയോ അയച്ചു തരുമ്പം ഇത് ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പം എനിക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, നമ്മൾ വിഷ്വലി അത് കാണണം. അത് കുറച്ച് ഞാനൊക്കെ ഇത് പഠിക്കാൻ കുറെയൊക്കെ സെൽഫ് ടോട്ടാണ്, അതുകൊണ്ട് എൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. എന്നാലും ഞാൻ ഒത്തിരി റെപ്പിറ്റേഷനിൽ ബിലീവ് ചെയ്യുന്ന ആളാണ്. എനിക്കിത് ഒന്നും കണ്ടാൽ കാണത്തില്ല, 5 വട്ടം കണ്ടാൽ മനസ്സിലാവും. അതിലൊരു 10, 15, 20 വട്ടം ചെയ്യുമ്പോഴാണ് തലയിൽ കയറത്തുള്ളൂ. ഐ തിങ്ക് ദാറ്റ്സ് യൂണിവേഴ്സലി ട്രൂ. റെപ്പിറ്റേഷൻ ഇല്ലാതെ ഒരു രക്ഷയില്ല. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഓർക്കുന്ന ഒരു സ്വഭാവമല്ല. ഐ ജസ്റ്റ് ഹാമർ ഇറ്റ് ഇൻടു സബ്മിഷൻ ബൈ റെപ്പിറ്റേഷൻ എന്നുള്ളതാണ്. ഐ ആം ഫാൻ ഓഫ് ദാറ്റ്. നിങ്ങളും അങ്ങനെ ചെയ്താലും നല്ലതാണ്. ഇപ്പം ചെറുപ്പണ്ട് ഒന്ന് കേട്ടാ പാടും. ഞാൻ അങ്ങനെ ഒരു ആളെ അല്ല. ഇവിടെ വർഗീസ് ഇവിടെ പാടുമ്പം ഓക്കെ കേട്ടു. നിങ്ങളെ കയ്യിൽ നല്ലതായിട്ട് പാടും കേട്ടോ. ഇവരൊക്കെ ഞാൻ കാണുന്നു, ഞാൻ ഞെട്ടിപ്പോവും. വർഗീസ് പാടുന്നു, നിങ്ങൾ പാടും. അവർക്ക് അതെന്തൊരു കഴിവാണ്. അതെന്റെ കഴിവാണ്. അല്ലല്ല, ഞാൻ നിങ്ങൾ പാടുന്നുണ്ട്, നിങ്ങൾ എന്ത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പാടും. ഞാൻ എപ്പോഴും അമ്മരും കേട്ടോ. എനിക്കൊരിക്കലും കേട്ടത്തില്ല അങ്ങനെ. അപ്പം അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് പറ്റാത്ത ഞാൻ കോമ്പൻസേറ്റ്, ഞാൻ വർക്ക് ചെയ്ത് പഠിക്കാൻ നോക്കും. അപ്പൊ ഇത് പിന്നെ ഒന്നുള്ളത്, എനിക്ക് കുറച്ച് ഈ നോട്ട്സ് അയക്കുന്ന, ഒന്ന് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. രണ്ട്, എനിക്ക് നമുക്ക് പാടി റെക്കോർഡ് ചെയ്ത് അയക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടല്ലേ. നമുക്ക് ഇത് ട്യൂൺ കേട്ടാലും നമുക്ക് മനസ്സിൽ തന്നെ പാടാൻ ഒരു കഴിവ് കൂടുതൽ ഡെവലപ്പ് ചെയ്യണം. അത് നാച്ചുറലി വരണം എന്നില്ല, പക്ഷെ നമ്മൾ കൂടുതൽ ചെയ്യുന്നതോറും നമുക്കത് വരും. ഇപ്പൊ ഇതൊന്ന് കേട്ട് നോക്കിയേ. എനിക്കിപ്പോ ഓൾറെഡി പാട്ട് അറിയാം, എന്നാലും ഈ പോലെ ടിങ് 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 കേൾക്കുമ്പം അത് ഒരു പാട്ടിലേക്ക് ആ വേർഡ്സ് ഒന്ന് നോക്കി ഒന്നൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ വേണം. പക്ഷെ നമുക്ക് ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ സാധാരണ പാടാത്ത ഒരു 10-200 പാട്ടുകളുണ്ട് ഇതിൽ. നമുക്ക് കുറച്ചൊക്കെ അറിയാവുന്നതെങ്കിലും നമുക്ക് പഠിക്കാമെന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ അല്ല. നമുക്ക് ഇങ്ങനെ ഇപ്പം ഒരാൾ തന്നെ ഇപ്പൊ വർഗീസിനെ കൊണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് പിഴിയുന്നു. അല്ല, നമുക്കിത് കേട്ടോണ്ട് പാടാൻ നമുക്ക് തന്നെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഒത്തിരി സ്ട്രെയിൻ കുറവുണ്ട് അല്ലെ. എനിക്കോ അത്രയ്ക്കൊന്നും പാടാൻ പറ്റത്തില്ല. എന്നാലും ഇത് കേട്ട് നമുക്ക് തന്നെ പാടാൻ പറ്റുമെങ്കിൽ നമുക്ക് ദി എമൗണ്ട് വി ക്യാൻ ലേൺ ബൈ ourselves എക്സ്പെണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. ഈ പാട്ട് പുസ്തകത്തിൽ ഇപ്പൊ എത്ര 500 പാട്ടിക്കുള്ളുണ്ട്. അതിൽ എത്ര നമുക്ക് അറിയാം, എത്ര നമ്മൾ പാടുന്നുണ്ട്. ഇത് അയച്ചു തരാൻ മെനക്കേടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ തന്നെ ഒരു മെച്ചുവർ കൊയർ എന്ന നിലയിൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ കൊയറിലൊന്നും ആരും അടുപ്പിക്കത്തൊന്നുമില്ല. ഷീറ്റ് മ്യൂസിക് കൊടുക്കുന്നു, നമ്മൾ ആ ലെവൽ എന്നല്ല. വരുന്നുണ്ട് 4 പാർട്സും കൂടി ഒരുമിച്ച് പാടുകയാണ്. നമ്മൾ ആ ലെവൽ എത്തണം എന്നല്ല. എന്നാലും ഒരു ഐഡിയൽ സിനാരിയോയിൽ ഒരു വർക്ക് ഫ്ലോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് ഓഫ് പ്രാക്ടീസ് ഇങ്ങനൊരു സാധനം തരുന്നു, നമ്മൾ കേൾക്കുന്ന ഒരു 10 വട്ടം കേൾക്കുക, എന്നിട്ട് കമ്പൈൻ ചെയ്യാൻ നോക്കുക. പിന്നെ ഇവിടെ വരുമ്പോൾ പാടി തരിക. നമ്മൾ പക്ഷെ ഒരു പ്രപ്പർ കണ്ടേ നമുക്ക് ഒത്തിരി എളുപ്പമാണ്. എന്തുമാത്രം പാട്ടാണ് നമുക്ക് നല്ല പാട്ട് പാടാനുള്ള. നമുക്ക് എല്ലാം കൂടെ ഒന്നും പള്ളി കഴിഞ്ഞ് ഇത്രയൊക്കെ സമയം കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് എംപവർ ourselves with tools to learn അല്ലേ. നമ്മുടെ ലേണിംഗ് ഇവിടുത്തെ ഒത്തിരി എഫിഷ്യന്റ് ആവും. വർഗീസിനെയും അൽബിനെയൊക്കെ സ്ട്രെയിൻ കുറയ്പ്പിക്കാം. അതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാവുന്നത്. അപ്പം ഓരോന്നും ഇങ്ങനെ ഞാൻ വീഡിയോ ആയിട്ട് അയച്ചിരുന്ന ഇതിന്റെ തന്നെയാ അത്. ഈ സോഫ്റ്റ് കഴിഞ്ഞ നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോ നോക്കിയല്ലേ പാടി, അതിന്റെ വ്യത്യാസം അറിയണ്ടായിരുന്നു അല്ലേ. നമ്മള് കറക്റ്റ് ആയിട്ട് നോട്ട്സ് നോക്കിയാ എല്ലാരും പോയത്. സെറ്റ് ഒന്നും കേട്ടില്ലല്ലോ നമ്മുടെ 4 പാർട്സില്. ഇത് 4 എണ്ണം വരുമ്പം ഞാൻ കേൾപ്പിക്കാം നിങ്ങൾക്ക്. ഇതിപ്പം സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിപ്പം ഇവിടെ ഒരു അര നോട്ട് കയറ്റി പാടിയെന്ന് വെച്ചോ, അത് ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വന്നെന്ന് വെച്ചോ. ഇതൊക്കെ ഇത് കേട്ടോ നിങ്ങൾക്ക് ഉടനെ എന്താണ്ട് ഒരു വിഷമങ്ങളൊക്കെ തോന്നും. ഒരു നോട്ട് മാറിയാണെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ എന്തായി സംഭവിച്ചതെന്നൊക്കെ നമ്മൾ ആലോചിക്കും. ഒരു നോട്ട് മാറിയാൽ മതി, അര നോട്ട് മാറിയാൽ മതി. എന്താ സംഭവിക്കുന്ന ഒരു പൊടി മാറിയാൽ മതി. ഹാർമണിയിൽ ക്ലാഷ് വരും, നമുക്ക് പാട്ട് തന്നെ മാറിപ്പോ എന്താന്ന് നമ്മൾ ആലോചിച്ചു പോകും. അപ്പൊ അതാ ഈ പ്രശ്നം. മ്യൂസിക് അറിയണമെന്നില്ല, തെറ്റ് മനസ്സിലാക്കാൻ എല്ലാവർക്കും വളരെ എളുപ്പമാണ്. ബിക്കോസ് നമ്മൾ ഇയർ വളരെ പെർഫെക്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കുന്ന 4 നോട്ട് ഉണ്ട്. ഓൾവേസ് ഫോളോ ദ ടോപ്പ്. ഇപ്പൊ ഓൾട്ടോ പാടുന്നവരാണെങ്കിൽ ഓൾവേസ് ഫോളോ ദ ബോട്ടം. ടെനർ ഇപ്പം ടോപ്പ് നോട്ട് ഓഫ് ദ ബഞ്ച് ഫോളോ ചെയ്യുക, ബേസ് ഇതിൽ ഫോളോ ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. റൈറ്റ്. പിന്നെ മാക്സിമം നമ്മള് ആ വീഡിയോ കണ്ടാണേലും
കണ്ടൊന്ന് പരിചയിക്കണം. ഈ ഒരു ജസ്റ്റ് ഒരു പാറ്റേൺ വരുമ്പം നമുക്ക് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. ഈ ഡോട്ടഡ് നോട്ട് കണ്ടോ, അത് ഞാൻ എവിടെ സൂചിപ്പിച്ചതാ, അതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതായത് 1.5 the base value എന്നാണ് അതിന്റെ ഇത്. നീട്ട് സാധാരണ ഓർക്കുന്നതിൽ നീട്ട് എന്നുള്ള, ഇതിപ്പോ സാധാരണ 2 ബീറ്റ് അല്ലേ ഇതിന് വാല്യൂ കിട്ടുന്നത്. 2 plus half of 2 3 എന്നുള്ളതാണ്. ഇതിപ്പോ 3/2 ടൈമിംഗ് ആയി. ഇത് നമ്മൾ അത്രയ്ക്ക് കാണുന്നതല്ല. ഇപ്പം ഇതിലെല്ലാം എവറിത്തിങ് ഷുഡ് ആഡ് ടു. ഇപ്പം ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇതിപ്പോ 2 2 1 1 എവറിത്തിങ് ഷുഡ് ആഡ് 6 ബീറ്റ്സ്. അപ്പം ഇത് 3 4 5 6 എപ്പോഴും 6 ആ വരുന്നത്. ചിലപ്പം പിക്കപ്പ് ബാർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിൽ ഇപ്പൊ 2 ഉള്ളൂ. അപ്പൊ നിങ്ങൾ അവർക്ക് ഞാനിപ്പം 6 ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ഓൾറെഡി കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടല്ലോ എന്ന്. യൂഷ്വലി അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാലും ഏറ്റവും ലാസ്റ്റ് ബാറിൽ അപ്പൊ 4 കാണും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പ് ചെയ്യുമ്പോൾ 4 + 2 6 ആവും. അതിനെ പറ്റി ആലോചിക്കണ്ട. പക്ഷെ ഇൻ ജനറൽ 6 ബീറ്റ്സ് കാണും. 3/2 എന്ന് പറയുമ്പോൾ. പിന്നെ വേറെന്താ, അത് വളരെ ഇമ്പോർട്ടന്റ്. അത് നമ്മളത് പറയാം. ഞാൻ ഒരു കാര്യം പറയാം. ഞാനിപ്പം ഇത് പറഞ്ഞെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് അതിൽ ഒത്തിരി ഒന്നും ഓവർ തിങ്ക് ചെയ്യണ്ട. ഞാനൊരു കാര്യം കാണിക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് അല്ല. ഇത് ഞാൻ പറഞ്ഞത് സി ഇതൊന്ന് കേട്ടോ. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ, നമ്മുടെ യൂഷ്വൽ സരിഗമ. ഞാൻ ഇതെല്ലാം ഞാൻ ഒരു പരിപാടി ഇപ്പം ചെയ്തു. ഇപ്പൊ അതായത് എല്ലാത്തിനെയും ഈ സി എന്നുള്ള നോട്ടിൽ നിന്നും ഞാൻ കാണിക്കാം. ഡിയിലേക്ക് ആക്കിയെന്നാണ് ചെയ്തത്. അപ്പൊ ഞാൻ പക്ഷെ ഇവിടെ ഷാർപ്പും ഫ്ലാറ്റും ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇനി കേട്ടോ എന്താ സംഭവിക്കുന്നത്. ഇവിടെ കുറെ ഇപ്പൊ ഷാർപ്പ് വന്നതുണ്ടോ, പക്ഷെ ട്യൂണിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾ എന്നോട് പറയണം, ഞാനൊന്നും പറയുന്നില്ല. നേരത്തെ കേട്ടിൽ നിന്ന് എന്താ വ്യത്യാസം തോന്നിയോ? എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ട്യൂണിന് ഇച്ചിരി പൊങ്ങിയിട്ടുണ്ട്, അത് ഞാൻ കണ്ടു. ട്യൂണിന് എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ഇല്ല. എന്താ ഇവിടെ 2 ഷാർപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഷാർപ്പ് വരുമ്പോ എനിക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നു തന്നില്ലേ? അപ്പൊ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാല് ട്രാൻസ്പോസ് ചെയ്തതാ. അതായത് ഇപ്പൊ ഞാൻ സ്ക്രീൻ ബോർഡിൽ തന്നെ കാണിക്കുന്നതായിരിക്കും നല്ല. അപ്പൊ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാല് സി എന്നുള്ള നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഡി എന്നുള്ള നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഡി ആ. നേരത്തെ കാണിച്ച നോട്ട് ഈ മൗസിൽ C4 നോട്ട് കണ്ടോ, അതിന് പകരം ഡി. ഇത് വളരെ കോമൺ ആയിട്ട് വർഗീസ് വളരെ അനായാസമായിട്ട് സർവീസ് ലിങ്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു സാധനമാണ്. സിയിൽ സ്റ്റാർട്ട് ചെയ്ത ഡി. പക്ഷെ അപ്പം കണ്ടു 2-3 ഷാർപ്പ് വന്നു. പക്ഷെ ഈ ഷാർപ്പിനൊന്നും അർത്ഥമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ട്യൂൺ കേട്ടിട്ട് വ്യത്യാസം തോന്നിയില്ലല്ലോ, ഇച്ചിരി പൊങ്ങിയെന്നല്ലേ ഉള്ളൂ. ആ പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കീ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ സാധനം, ഈ കീ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇവിടെ ആഡ് ചെയ്യുവാണല്ല. ആ ഷാർപ്പും ഫ്ലാറ്റും എല്ലാം പോയി. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഇതെന്ന് പറഞ്ഞ സി എന്നുള്ള നോട്ടാണ് ഈ സ്പേസ് കാണിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ലൈനാണ് ഏറ്റവും മുകളിലത്തെ ലൈൻ. അപ്പൊ ഇവിടെ ഞാൻ ഈ 2 ഷാർപ്പ് ഇട്ടാൽ എപ്പോഴും ഇതേ നോട്ട് ഷാർപ്പായിരിക്കും, എപ്പോഴും ഈ നോട്ട് ഷാർപ്പായിരിക്കും. 2 ഷാർപ്പ് കാണും. ബ്ലാക്ക് കീ വേണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആ റിലേറ്റീവ് സ്പേസിംഗ് ഒന്നും മാറിയിട്ടില്ല. ഇച്ചിരി കിളന്നു, പക്ഷെ ഇറ്റ്സ് സ്റ്റിൽ എ മേജർ സ്കെയിൽ. നമ്മൾ പാടുമ്പം അനായാസമായിട്ട് നമ്മൾ വളരെ സീംലെസ്ലി പാടും. നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഷാർപ്പിന് അർത്ഥമൊന്നുമില്ല. ഇതിപ്പം വർഗീസിനോട് ചോദിച്ചത് വരെ 2 ഷാർപ്പാണ്, ഇത് ഡി മേജർ ആണെന്ന് പറയും. ഇത് മൈനർ റിലേറ്റീവ് മൈനറും ഉണ്ട്, അതിനെപ്പറ്റി നമുക്കൊന്ന് പരാമർശിക്കാം. പക്ഷെ ഇത് ഡി മേജറിൽ പാടുവാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഷാർപ്പ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. കീ മാറും, മേജറോ മൈനറോ ആയിക്കോട്ടെ, അത് മൈൻഡ് ചെയ്യട്ടെ. എന്നിരുന്നാലും അത് വെച്ചിട്ട് പക്ഷെ ഇവിടെ ഇപ്പൊ ഞാനൊന്ന് ഷാർപ്പാക്കിന്ന് വെച്ചോ, അന്നേരം നിങ്ങൾ കേട്ടോ മതി കേട്ടോ. ഇത് കൂടാതെ ഒരു പ്രോപ്പർ ആക്സിഡന്റ് വരുമ്പോ അതിന്റെ ഒരു ഫീലേ മാറും. അത്
സ്കെയിൽ മതി, രണ്ടോ സ്കെയിലാന്ന് അറിയത്തില്ല. ഈ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ ഇതിനിങ്ങനത്തെ 10-72 സ്കെയിലുണ്ട്. ദൈവസാച്ച് നമുക്ക് അവിടെ ഒരു മേജർ സ്കെയിലും ഒരു മൈനർ സ്കെയിലും നമ്മൾ ചെയ്തുള്ളൂ, പള്ളിപ്പാട്ടിൽ എസ്പെഷ്യലി. വേറെ ജാസിലൊക്കെ വേറെ ഉണ്ട്. അപ്പൊ അത്രയൊരു ആശ്വാസമുണ്ട് നമുക്ക് ഇന്ത്യൻ ക്ലാസിക്കലിനെ അപേക്ഷിച്ച്. അവർ 10-72 പലതായ വേരിയേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആകെ വേറൊരു വേരിയേഷൻ ഉണ്ട്. നിങ്ങൾ ഇത് കേട്ടെന്താണോ നിങ്ങൾ ഇത് റെക്കഗ്നൈസ് ചെയ്തെന്ന് പറ. സോറി ഞാൻ ഡിയിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ശരിയാകുന്നത്. തിരിച്ച് സി മേജർ വരാം. ഇതുമെല്ലാം പഴയ ഇതാണ്. ഞാൻ സി സ്റ്റാർട്ട് ചെയ്യുന്ന എ എന്ന് പറയുന്ന നോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് കേട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസമില്ല, എല്ലാം വൈറ്റ് കീസാ. പക്ഷെ ഇത് നമ്മൾ പാടുന്ന ഇതാണ് നാച്ചുറൽ മൈനർ എന്ന് പറയുന്ന സ്കെയിൽ. എല്ലാം വർഗീസ് പാടുന്ന ചില പാട്ടുകൾ ഭയങ്കര ഭംഗിയാ, ഈ ഇച്ചിരി സാഡ് ആയിട്ടുള്ള പാട്ട്, ഇതിനാ മൈനർ എന്ന് പറയുന്നത്. സെയിം നോട്ട് അറേഞ്ച് ഇല്ല, പക്ഷെ നമ്മളുടെ ഇയർ ഭയങ്കര സെൻസിറ്റീവ് ആണ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ നോട്ട്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് വ്യത്യാസമാണ് മൈനർ കീ എന്ന് പറയും. ആ പാട്ട് പള്ളിപ്പാട്ടിൽ ഇതും ഉണ്ട്, 2 ടൈം മൈനർ ഉണ്ട്. അപ്പൊ അതിന്റെ കോഡ് സ്ട്രക്ചർ വ്യത്യാസമുണ്ട്, അതിന്റെ ഫീൽ ഒരു വ്യത്യാസമുണ്ട്. അതേ നമുക്ക് സത്യം പറഞ്ഞാൽ ഉള്ളൂ. ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നില്ല, വേറെ ആരുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് മേജറും മൈനറും അത് പോട്ടെ. ഷാർപ്പ് 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 ഷാർപ്പ്. അപ്പം ഇതും ഇതെല്ലാം ട്രാൻസ്പോസ് ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പം റിലേറ്റീവ് ഇതിന്റെ എങ്ങനെയാ വർഗീസ്? ഇതിന്റെ ജസ്റ്റ് റാൻഡം എക്സാമ്പിൾ ഉള്ളൂ. ഷാർപ്പ് ഒരു ഫ്ലാറ്റും കൊടുക്കാം. ഇത് കണ്ടോ, ഞാനിപ്പോ ഇതിനെ ഞാൻ താഴോട്ട് ഡൗൺ ആരോ ചെയ്തപ്പം അര നോട്ട് താഴുമ്പോഴാണ് ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. തിരിച്ചിങ്ങോട്ട് പോവാണെങ്കിൽ ഇങ്ങനെ നാച്ചുറൽ ആവും. ഇതിനെ മുകളിലോട്ട് ആക്കുവാണെങ്കിൽ ഷാർപ്പ്. അത് വർഗീസ് എങ്ങനെ കീബോർഡിൽ ഒന്ന് കാണിക്കാൻ നോക്കാം അല്ലേ? ഞാൻ പറയാം. ഇനി എന്റെ കീബോർഡ് നോക്കിയോ, സി. ഓക്കെ, സി കണ്ടോ, സി വന്ന് കണ്ടോ, പല സികളാ. സി ഷാർപ്പ് എന്നുള്ളത് ഞാൻ ഈ കറുത്ത കീ അല്ല, എന്റെ മൗസ് കണ്ടോ, അതൊരു ഫുൾ ഡി അല്ല, ഇച്ചിരി ഒരു പകുതി പൊങ്ങി. ഇ കണ്ടു, ഇ അല്ല, ഇത് ഡി. ഡി ഇവിടെ നമുക്കറിയാം, ഡിയുടെ ഷാർപ്പാണ് ഈ കറുത്ത കീ, ഇച്ചിരി ഒന്ന് പൊങ്ങും. പക്ഷെ ഇത് ഫ്ലാറ്റ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്തത്. അതും വേറെ ഒരു സത്യമാണ്. ഞാൻ ഇയുടെ ഫ്ലാറ്റ് ആണ്, ഇ എന്ന് പറയുന്നത് ആണ് ഈ ലൈന്, അതിന്റെ ഫ്ലാറ്റ് ആയിട്ടും ഡിയുടെ ഷാർപ്പായിട്ടും ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. സോ ഡിപെൻഡിങ് ഓൺ ഇറ്റ്. ഒത്തിരി ആലോചിക്കേണ്ട, ഒരു പകുതി നമുക്കൊരു ഫീല് കിട്ടും. ഷാർപ്പ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒന്ന് പൊങ്ങും, ഒരു ഇടയ്ക്ക് അതിന്റെ ഒരു ഫീലും മാറും. ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ പകുതി എന്ന് പറയും. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചോ, ഇയും എഫും തമ്മിൽ ഇടയ്ക്ക് ഷാർപ്പ് ഒന്നും ഇല്ല എന്നുള്ളതാ. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു ഇതൊക്കെയാണ്. ഇയുടെ ഷാർപ്പ് എന്ന് പറയുന്നത് എഫ് ആണ്, എഫിന്റെ ഷാർപ്പ് ഇ ആണ്, എന്നാൽ അതിന്റെ ബ്ലാക്ക് ഒന്നും ഇല്ല. ഷാർപ്പും ഫ്ലാറ്റും നമ്മൾ ഷാർപ്പ് എന്ന് കേട്ടാൽ നമ്മൾ ഇച്ചിരി ഒന്ന് പൊങ്ങുമെന്ന് ആലോചിക്കണം. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് കുറയണമെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ അതിന്റെ. പിന്നെ വേറൊരു കാര്യം നമ്മൾ നൊട്ടേഷൻ പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പം പറയുന്നത് FAC. ഓക്കെ, ഇവിടെ ഞാൻ വേറെ ഒരു സിയോട് എഴുതുവാണെങ്കിൽ ഇതും ഓട്ടോമാറ്റിക്കലി ഷാർപ്പാണ്. ഇവിടെ ഒരു ഷാർപ്പ് എഴുതിയാല് വിതിൻ ദ ബാർ അടുത്ത നോട്ടും ഇറ്റ്സ് ബാധകം ടു ദാറ്റ് എന്നുള്ളത് ഓർക്കണം. ബാധകം അല്ല എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു നാച്ചുറൽ കണ്ട ഇച്ചിരി സിമിലർ ആയിട്ടിരിക്കും. ഇത് കണ്ടോ, ഞാൻ അതിനെ താത്തു, തിരിച്ച് റെഗുലർ സിയിലേക്ക് താത്തു. അന്നേരം കണ്ടോ ഷാർപ്പ് പോലെ ഇരിക്കും, എന്നാൽ രണ്ടറ്റം വെട്ടി പോലെ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ, അതിന്റെ അർത്ഥം നാച്ചുറൽ. അപ്പൊ നമ്മളൊന്ന് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അവിടെ പിന്നെ താഴ്ന്ന കേട്ടോ. നാച്ചുറൽ എന്ന് പറഞ്ഞാല് ഇറ്റ് ബ്രിങ്സ് ഇറ്റ് നെഗേറ്റ്സ് ദ ഷാർപ്പ് എന്നുള്ള ആ നോട്ടിന് തൊട്ട് പുറകിലായിരിക്കും.
ഷാർപ്പ് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, ഫ്ലാറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിൽ എന്തൊക്കെയാ പഠിച്ചത്? സെയിം തിങ്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാം ടു ഷോ ദി യൂണിറ്റി ഓഫ് ഇറ്റ് ഓൾ. അങ്ങ് താഴത്തെ സ്കെയിൽ ചെയ്യുന്ന തൊട്ട് നമുക്ക് ഇവിടുത്തെ ഒരു മനുവിന്റെ ഒരു നോട്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു സി ആ നോട്ട്, ഇതൊരു ടിപ്പിക്കൽ ബേസ് നോട്ടാ. സി ഇത് സി ആണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ട്രാൻസിഷൻ ചെയ്യാൻ പോവാ ഈ ഡിയില്. ഈ ഡി ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാം, നിങ്ങൾ കേട്ടോളൂ ഇതെല്ലാം കഴിയുമ്പോ. ഇതാണ് നമ്മൾ സാധാരണ ഇത്ര ഇതിക്കൊള്ളുന്ന ഒരു പാടാറില്ല. ഇവിടെ മനു പിച്ചിലൂടെ പാടുന്ന കേട്ടോ. എന്നാലും സി മേജർ ആണ് ഞാൻ ഇവിടെ നിന്ന് പാടുന്നത്. സീംലെസ് ആയിട്ട് പോയത് കണ്ടോ? ഗ്രാൻഡ് സ്റ്റാഫ് ഇറ്റ്സ് ഓൾ കണക്റ്റഡ് കേട്ടോ. അപ്പൊ നമ്മൾ പാടുന്നതെല്ലാം ഈ ഒരു റേഞ്ചിലാണ് പാടുന്നത്. ഇതൊരു സി ആണ്, ഇതൊരു സി ആണ്, ഇതൊരു സി ആണ്. ഒന്ന് രണ്ട് ഒക്ടേവ് ഓൾറെഡി പോയെന്ന് പറയാം. ഒക്ടേവ് എന്ന് പറഞ്ഞാൽ 8 നോട്ട് അല്ലേ പോയി. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഇതിൽ ഞാൻ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നമ്മള് പാടുമ്പോ ഇത് നോക്കണം. നോക്കിയിട്ട് നമ്മൾ പാടുന്നത് താഴ്വാണോ മുകളിലോട്ടാണോ പോകുന്നതെന്ന് മനസ്സിലൊരു ബോധം വേണം. അത് നൊട്ടേഷനുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതൊരു റെയിൽ പാളം പോലെ നമുക്കൊരു ഗൈഡ് ആയാണ്. നമ്മളപ്പോ സെൽഫ് കറക്റ്റ് ചെയ്യാൻ നോക്കണം. കുറച്ച് നമ്മൾ പാടുന്ന ഇതുമായിട്ട് ബന്ധം വിട്ടുപോകുന്നതെന്ന് തോന്നുമ്പോൾ എന്തെങ്കിലും യൂഷ്വലി കാണും. നമ്മള് കുറച്ച് ഇത് പാടി കഴിയുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സിലാവും. നമ്മൾ തെറ്റിക്കുവാണെങ്കിൽ ഓൾവേസ് ഗെറ്റ് ആൻ ഐഡിയ. അപ്പൊ നമ്മള് കൂടുതലും ഇത് നോക്കണം. കുറച്ച് എനിക്ക് തോന്നുന്നു ആ വീഡിയോ പോലത്തെ ഐ തിങ്ക് ഇറ്റ്സ് ഹെൽപ്ഫുൾ. അത് ചെയ്യാതെ നമുക്ക് ജസ്റ്റ് നോട്ട് നോക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല റിയലിസ്റ്റിക് ആണ്. നമ്മൾ അതൊരു 10 വട്ടം കണ്ട് നമുക്ക് അതുമായിട്ട് കോറിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളി വന്ന് ഇത് നോക്കി പാടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവും. അത്രേ. അതിപ്പോ ഞാൻ അത് പറയാം. വേറെ എന്തെങ്കിലും പറയണോ? നമുക്ക് പറയാനൊക്കെയാണ് ഒത്തിരി നമ്മുടെ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതും അത് പോകേണ്ടതും താഴേണ്ടതും മാത്രം പഠിച്ചു ഞാൻ. എന്റെ നിങ്ങൾക്ക് ഏതെങ്കിലും നമ്മൾ അടുത്തിടെ പാടിയ ഒരു പാട്ട്